ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടക്കുകയാണ്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ഈ വീഡിയോ ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. കൃത്യമാകണമെന്നില്ല, എന്നാലും എറൗണ്ട് ഒരു 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പതിവ് പോലെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുക എന്നുള്ളതല്ല നമ്മുടെ സ്ട്രാറ്റജി. എളുപ്പത്തിൽ മാർക്ക് വാങ്ങാവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറൈവ് ദി റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള കീവേഡ് എന്ന് പറയുന്നത് 1 ഡ്രിഫ്റ്റ് വെലോസിറ്റി, 2 റിലാക്സേഷൻ ടൈം, പിന്നെ ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമായി എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നും എന്താണ് റിലാക്സേഷൻ ടൈമെന്നും ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. നമുക്ക് ഫസ്റ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊന്ന് എഴുതാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇത് നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ദി ആവറേജ് വെലോസിറ്റി acquired by an electron in the presence of an electric field is called drift velocity. ഓക്കെ, ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒന്ന് വായിക്കാം. ദി ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. പരീക്ഷയ്ക്ക് ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊരു ചോദ്യം വന്നാൽ ആൻസർ ഇതാണ്. രണ്ടാമത്തെ ടേമും കൂടെ നമുക്ക് നോക്കാം. റിലാക്സേഷൻ ടൈം. നമുക്കറിയാം, ഇലക്ട്രോണുകൾ ഇങ്ങനെ സ്പീഡിൽ റാൻഡമായിട്ട് പോകുന്നതിനിടയിൽ അവർ തമ്മിൽ കൂട്ടിയിടിക്കാം. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ ഓരോ കൂട്ടിയിടിക്കും ഇടയിലുണ്ടാകുന്ന സമയത്തെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ദി ആവറേജ് ടൈം interval between two successive collision of electrons is called relaxation time. Okay, ഇതാണ് റിലാക്സേഷൻ ടൈമിൻ്റെ ഡെഫിനിഷൻ. ദി ആവറേജ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം. ഓക്കെ, അപ്പോൾ 2 ഡെഫിനിഷനുകളും ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. അതുകൊണ്ട് തന്നെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വയ്ക്കുക. ചിലപ്പോൾ ഡിഫൈൻ എന്ന് പറഞ്ഞ ഒരു ടേമിൽ ഇങ്ങനെ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡെഫിനിഷനുകളും തൽക്കാലം വായിക്കുകയാണ്. ഈ ഡെഫിനിഷനും കൂടെ ഒന്ന് എഴുതണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിവിടെ പറഞ്ഞത്. ഓക്കെ, ശരി, നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ഇതാണ്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ. ഇത് ഒരു ഇലക്ട്രോൺ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ അല്ലേ? അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിലിരിക്കുന്ന ക്യൂ എന്ന ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ആ ചാർജ് ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ മൈനസ് ഇ ആവും. അത്രയേ ഉള്ളൂ. ആ ഇക്വേഷൻ തന്നെയാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും.
അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോഴ്സ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MA ഈസ് ഈക്വൽ ടു -E ഇൻറ്റു E എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ നിന്ന് എഴുതാം, കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈസ് ഈക്വൽ -E ഇൻറ്റു വെക്റ്റർ E ഡിവൈഡഡ് ബൈ M. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഇലക്ട്രോണിൻ്റെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. റൈറ്റ്. ഇനി നമ്മളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുകയാണ്. നോക്കിക്കോളാം. V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ് അല്ലേ? ഇവിടെ V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, A അവൻ്റെ ആക്സലറേഷനാണ്, T ടൈമാണ്. ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന സിറ്റുവേഷൻ ഇത് മനസ്സിലിരുന്നാൽ മതി. രണ്ട് ഇലക്ട്രോണുകളുടെ കൊളീഷനാണ്. ഓക്കെ, രണ്ട് ഇലക്ട്രോൺ കൊളൈഡ് ചെയ്യുന്ന സിറ്റുവേഷനാണ് പരിഗണിക്കുന്നത്. അതിലേതെങ്കിലും ഒരു ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് മൊമെൻറ്റേർലി ആ ഇലക്ട്രോൺ റെസ്റ്റിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം U ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. അതുപോലെ ആക്സലറേഷൻ അത് ഓൾറെഡി നമുക്കറിയാം, -E വെക്റ്റർ E ബൈ M ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെ, ഞാനൊന്ന് സ്ക്രീനെ ഡിവൈഡ് ചെയ്യുന്നു. V ഈസ് ഈക്വൽ ടു 0 -E ഇൻറ്റു വെക്റ്റർ E ബൈ M ഇൻറ്റു T. ശരിയാണല്ലോ. റൈറ്റ്. ഇനി നോക്കുക, ഈ T എന്ന് പറയുന്നത് കൊളൈഡ് ചെയ്യാനെടുത്ത സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തവണ കൊളീഷന് ശേഷം വീണ്ടും ഒന്നുകൂടെ കൊളൈഡ് ചെയ്യുന്നത് വരെയുള്ള സമയം. അതിനെ തന്നെയാണ് നമ്മൾ ഇത്തിരി മുമ്പ് എന്തെന്ന് വിളിച്ചത്, റിലാക്സേഷൻ ടൈം എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ പരിഷ്കരിക്കാം. V ഈസ് ഈക്വൽ ടു 0 -E ഇൻറ്റു വെക്റ്റർ E ബൈ M ഇൻറ്റു ടോ എന്നെഴുതാം. കാരണം ഇത്തവണ അത് ടൈം മാത്രമല്ല, റിലാക്സേഷൻ ടൈമാണ്. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. V ഈസ് ഈക്വൽ ടു -E വെക്റ്റർ E ബൈ M ഇൻറ്റു ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വിക്ക് നമ്മൾ ഇങ്ങനെയും കൂടെ എഴുതാറുണ്ട്. അതായത് സാധാരണ വെലോസിറ്റി അല്ല, അത് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. മിനിമം സ്റ്റെപ്പുകളിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഇൻ കേസ് മുഴുവൻ ഡെറിവേഷൻ കിട്ടിയില്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. ക്ലിയർ? അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, സമയം കളയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഇത്തവണ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് കണ്ടെത്തേണ്ടത്. ഇതിന് നമുക്ക് ആദ്യം ഒരു ചെറിയ ഫിഗർ വേണം. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ ഒരു സിമ്പിൾ സർക്യൂട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഇലക്ട്രോണുകൾ ഇങ്ങനെയാണ് പോകുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മുടെ കണ്ടക്ടറിൻ്റെ മൊത്തം നീളം L ആണ്. ഓക്കെ, ഇനി ഞാൻ സ്ട്രൈറ്റ് അവേ ഒരു ഇക്വേഷൻ എഴുതുകയാണ്, ശ്രദ്ധിച്ചോളാം. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിൽ ഭാഗവാക്കായ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ മൊത്തം ചാർജുകളെ ഞാൻ ഇങ്ങനെ എഴുതാണ്. Q ഈസ് ഈക്വൽ ടു NaLe. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഇക്വേഷൻ. ഇതാണ്. ഇവിടെ പറഞ്ഞത്രേ ഉള്ളൂ, ഈ കണ്ടക്ടറിനകത്തുള്ള മൊത്തം ചാർജിനെ Q ഈസ് ഈക്വൽ ടു NaLe എന്ന് എഴുതാം. അവിടെ N എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ നമ്പർ ഡെൻസിറ്റിയാണ്, A എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്, L എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത്താണ്, E നിങ്ങൾക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജാണ്. റൈറ്റ് അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ Q കിട്ടി. ഇനി നോക്കിക്കോളാം, കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു Q ബൈ T എന്നാണ്. അതിൽ Q ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? T വേണം. അതിനെ ശ്രദ്ധിച്ചോളുക. നമ്മളിവിടെ പരിഗണിക്കുന്ന ഇക്വേഷൻ ഇതാണ്. T ഈസ് ഈക്വൽ ടു L ബൈ V. അത് എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോൺ ഈ എൻഡിൽ നിന്ന്, ഇടത്തെ എൻഡിൽ നിന്ന് വലത്തെ എൻഡ് വരെ സഞ്ചരിക്കാനെടുത്ത സമയമാണ് T എങ്കിൽ, സഞ്ചരിച്ച ദൂരമാണ് S അല്ലെങ്കിൽ L എങ്കിൽ, ആ സഞ്ചരിച്ച വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, V ഈസ് ഈക്വൽ ടു S ബൈ T. അല്ലെങ്കിൽ V ഈസ് ഈക്വൽ ടു L ബൈ T എന്ന് എഴുതാം. കാരണം ഇലക്ട്രോൺ സഞ്ചരിച്ചത് L ദൂരമാണ് ആണല്ലോ. അവനെടുത്ത വെലോസിറ്റി V ആണ്, അതിനെടുത്ത സമയം T ആണ്. ഇവിടുന്ന് Tക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുകയാണ്, വളരെ സിമ്പിൾ. ഓക്കെ, T ഈസ് ഈക്വൽ ടു നോക്കിക്കോളാം L ബൈ V. ശരിയല്ലേ? T ഇവിടെ പോയി, V താഴെ വന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, T ഈസ് ഈക്വൽ ടു L ബൈ V. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മൾ സ്റ്റെപ്പുകൾ ഏറെക്കുറെ ബൈഹാർട്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ Qൻ്റെ വാല്യൂവും Tൻ്റെ വാല്യൂവും ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I ഈസ് ഈക്വൽ ടു NaLe
എൽ ഇ ഡിവൈഡഡ് ബൈ എൽ ബൈ വി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് എൽ ക്യാൻസൽ ചെയ്യാൻ നമുക്കറിയാം. ഫൈനൽ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഇ എന്ന് കിട്ടും. ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയെയും കറണ്ടിനെയും ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഇതാണ്. വളരെ സിമ്പിളായ ഡെറിവേഷൻ. മുഴുവൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ ആണെങ്കിൽ അങ്ങനെ. റൈറ്റ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും സ്റ്റെപ്പുകളൊക്കെ കിട്ടാതെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് അന്നേരം എഴുതിയെടുക്കുക, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ മൊബിലിറ്റി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഇക്വേഷൻ. മൊബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ഇക്വേഷൻ എഴുതണം. പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ആദ്യം മൊബിലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദി റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് velocity to the electric field is called mobility. അതിൻ്റെ സിമ്പൽ മ്യൂ ആണ്. മ്യൂ. ഓക്കെ, മ്യൂ. അപ്പോൾ നമ്മളിതിന് ഇക്വേഷൻ എഴുതുകയാണ്. വളരെ സിമ്പിളാണ്. മ്യൂ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് എന്താണെന്നാണ് പറഞ്ഞത്? റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഒരു റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുകയാണ്. ഇ ബൈ എം ഇൻറ്റു ടോ. അല്പം മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്ത അതേ ഇക്വേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ കൊടുക്കുന്നു. നോക്കുമ്പോഴേ അറിയാം ഇ ക്യാൻ ബി ക്യാൻസൽഡ് ഔട്ട്. അപ്പോൾ നമുക്ക് മൊബിലിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടും. മ്യൂ ഇസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. ഇതാണ് നമ്മുടെ മൊബിലിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ. ഇ ടോ ബൈ എം. അവിടെ ടോ എന്ന് പറഞ്ഞത് റിലാക്സേഷൻ ടൈം ആണെന്ന് ഓർക്കുക. ഓക്കെ, തീർന്നില്ല. നമുക്ക് മൊബിലിറ്റിയുടെ എസ് ഐ യൂണിറ്റ് കൂടെ വേണം. എസ് ഐ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് കൂളം മീറ്റർ പെർ ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, കൂളം മീറ്റർ പെർ ന്യൂട്ടൺ സെക്കൻഡ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏ പാർട്ടിലെങ്ങാനും ചോദിച്ചാൽ നമുക്ക് എഴുതാം. റൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇ എം എഫ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് പറയുക. വേർതിരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് രണ്ടും എന്താണ് എന്നങ്ങ് എഴുതിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ 2 സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഒന്ന് ഇ എം എഫ്. ഇങ്ങനൊരു ടേബിൾ വരച്ചോളൂ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനൊരു ടേബിൾ വരച്ച് എഴുതിയാൽ പേപ്പർ നോക്കുന്ന സാറിന് കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഇ എം എഫിന് ഫുൾ ഫോം നമുക്കറിയാം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലേ. എന്താണ് ഇ എം എഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്? ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. ഓക്കെ, ഒരിക്കൽ വായിക്കാം. ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രിവൺ ഫ്രം ഇറ്റ്. ഒരു സെല്ലിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഒരു സെല്ല് ഇവിടെ സ്കീമാറ്റിക് ആയിട്ട് ഞാനൊരു സെല്ല് വരയ്ക്കണം. നോക്കിക്കോളാം. ഒരു സെല്ലുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് ഇതാണെന്നും നെഗറ്റീവ് ഇതാണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഈ സെല്ലിൻ്റെ ടെർമിനലുകൾ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ് ടെർമിനൽ എന്ന് പറയുന്നത്. നമ്മൾ ബാറ്ററി എടുക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ, അതിനെ ടെർമിനൽ എന്ന് പറയാം. ആ ടെർമിനലുകൾക്കിടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഉദ്ദേശിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. എപ്പോൾ വെൻ നോ കറണ്ട് ഈസ് ഡ്രിവൺ ഫ്രം ഇറ്റ്, അതായത് ഈ സെല്ലിൽ നിന്നും കറണ്ടൊന്നും പുറത്തേക്ക് എടുക്കാതിരിക്കുമ്പോൾ, കറണ്ട് പുറത്തേക്ക് ഒഴുകാതിരിക്കുമ്പോൾ ഈ സെല്ലിൻ്റെ ടെർമിനലുകൾക്കിടയിൽ, അല്ലെങ്കിൽ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അഥവാ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇ എം എഫ്. എന്നാൽ ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓർ ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട് വെൻ കറണ്ട് ഡ്രോൺ ഇറ്റ്. ഈ സർക്യൂട്ട് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കോളാം. ഇതിലൊരു ലോഡ് റെസിസ്റ്റൻസ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ ടെർമിനലുകൾക്കിടയിലോ അല്ലെങ്കിൽ ഈ സർക്യൂട്ടിലെ ഏത് 2 പോയിൻറ്റുകൾക്കിടയിലോ, ഏത് 2 പോയിൻറ്റുകൾക്കും ഇടയിലോ സെല്ലിൽ നിന്നും കറണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? സിംപിളി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആയോ?
അപ്പോൾ ഈ സർക്യൂട്ടിലെ ഏത് രണ്ട് പോയിൻറ്റുകൾക്കുമിടയിലോ അല്ലെങ്കിൽ സെല്ലിൻ്റെ ടെർമിനലുകൾക്കിടയിലോ തന്നെ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം എപ്പോൾ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ, കറണ്ടൊന്നും പുറത്തേക്ക് എടുക്കാത്ത സമയത്ത്, അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്നാൽ ഈ സെല്ലിൻ്റെ ടെർമിനലുകൾക്കിടയിൽ സെല്ലിൽ നിന്നും കറണ്ട് എടുക്കാത്തപ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുക, EMF എന്ന് പറയുക. റൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, എക്സിസ്റ്റ് ഓൺലി ബിറ്റ്വീൻ ദി ടെർമിനൽസ് ഓഫ് സെൽ. EMF എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ രണ്ട് ടെർമിനലുകൾക്കിടയിൽ മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റുകൾക്കിടയിലൊന്നും EMFൻ്റെ കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങനെയല്ല, എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതായത് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സർക്യൂട്ടിലെ ഏത് രണ്ട് പോയിൻറ്റുകൾക്കിടയിലും എന്നൊരു വാക്ക് നമ്മൾ മേളിൽ പറഞ്ഞു, ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഇൻ ദ സർക്യൂട്ട്. അങ്ങനെ പറയണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സർക്യൂട്ടിൽ മുഴുവനായും വ്യാപിച്ച് കിടക്കുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് ടെൻഷൻ ആവണ്ട. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ടേബിൾ വരച്ചതിലുള്ള ആൻസറുകൾ പരമാവധി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ആദ്യം മുതലേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓരോ വീഡിയോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ നോട്ടിൽ എഴുതിയ കാര്യങ്ങൾ പഠിക്കാനും മനഃപ്പാഠമാക്കാനും എഴുതി നോക്കാനൊക്കെ ശ്രമിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോഴും കൂടെയാണ് നമ്മൾ ജയിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ പഠിച്ചതിന് നന്ദി. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.